الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും സ്നേഹപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു, ശക്തമായി വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷിക്കപ്പെടുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഓരോ ഇരവ് പകലുകളിൽ ആസ്വദിച്ചും അനുഭവിച്ചും നമ്മൾ കടന്നു പോകുന്നു. നാട്ടിൽ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രവാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ വ്യാപ്തി എങ്ങോട്ട് നീങ്ങും എന്ന് പറയാനാവാത്ത ഒരു പുതിയ സാഹചര്യം ലോകതലത്തിൽ രൂപപ്പെടുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഈ നാടിൻ്റെ കരുത്ത് പ്രവാസമായിരുന്നു. ഒന്നുമില്ലാത്ത കാലത്ത് പട്ടിണിയും പരിവട്ടവുമായി കുടുംബം, മക്കൾ അന്തം വിട്ടു നിന്നൊരു കാലത്ത്, 8 10 മക്കൾ വീട്ടിലുള്ള കാലത്ത് കുടുംബനാഥൻ ഇറങ്ങിപ്പോയതാണ്. അന്ന് എങ്ങോട്ടാണ് ഇറങ്ങുന്നത് എന്ന് അയാൾക്ക് അറിയുമായിരുന്നില്ല. വീട്ടിലെ പട്ടിണിയും കണ്ണുനീരും കണ്ടപ്പോൾ അതൊരു വല്ലാത്ത ഇറക്കമായിരുന്നു. കാലം അതിന് പത്തേമാരി എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അന്നത്തെ സാഹചര്യങ്ങൾ അവർ കടല് കടന്ന് മറികടയെത്തിയിട്ടുണ്ട്. നീന്താനാവാത്തവർ ചിലരൊക്കെ ആഴക്കടലിലേക്ക് പോയിട്ടുണ്ടാകണം. ഒന്നുമില്ലാത്ത കാലത്ത് ഒരു മറുകര കണ്ടെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പൂർവികന്മാർ, അവർ നമുക്ക് വെളിച്ചം തന്നു. ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ പുഷ്ടിപ്പെട്ടു. ഓലമേഞ്ഞ കൂരകളിൽ നിന്ന് പടുകൂറ്റൻ കെട്ടിടങ്ങളിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടു.
മുക്കുപണ്ടം പോലും കഴുത്തിൽ അണിയാതെ കഴിയാതിരുന്നിരുന്ന നമ്മുടെ സഹധർമ്മിണിമാർ, സഹോദരിമാർ, ഉമ്മമാർ, അവരുടെ കഴുത്തുകളിൽ വില കൂടിയ സ്വർണ്ണാഭരണങ്ങളും മറ്റു പലതും പ്രത്യക്ഷപ്പെട്ടു. പട്ടിണി എന്ന് പറയുന്നത് അന്യം നിന്ന പോലെ അനുഗ്രഹങ്ങൾ ഒരു പറുദീസ കണക്കെ നമുക്ക് മുന്നിൽ വരക്കപ്പെട്ടു. കേൾവിയും കേൾപ്പോരുമില്ലാത്തൊരു കാലമായിരുന്നല്ലോ അത്. ആരാന്റെ വെള്ളം കോരിയും വിറക് വെട്ടിയും ഒരു സമുദായം പുറകോട്ട് പോയപ്പോ അവരെ ഉയർത്തി എഴുന്നേൽപ്പിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ നാടിന്റെ പ്രവാസം. ഉത്തരേന്ത്യയിൽ പോയ ആളുകൾക്കറിയാം, നമ്മുടെ നാട്ടിലെ 60 കൊല്ലത്തിന്റെ അപ്പുറം പഴയ ഒരു 60 കൊല്ലത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അതുപോലെയാണ് അവിടുത്തെ ചില ഗ്രാമങ്ങൾ എന്ന് അവിടെ പോയ പലരും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, ഈ പ്രവാസം നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം ചെറുതല്ലാത്ത അനുഗ്രഹം. മസ്ജിദുകളുടെ മുനാരങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹവലയങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ബൾബുകൾക്ക് പോലും തിളക്കം വന്നത് അങ്ങകലത്തെ ആ പ്രവാസത്തിന്റെ വിയർപ്പ് തുള്ളിയാണ് എന്ന് നമുക്കറിയാം. അവിടെയാണ് ഈ ഒരു പുതിയ സാഹചര്യം കടന്നു വരുന്നത്. നാട്ടിലതിന്റെ കെടുതികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പലരും പറയാറുണ്ട്, ഒരു ചായ കുടിക്കാൻ 3 കടയിൽ കയറി. കടക്കാരൻ പറയാണ്, ജ്യൂസ് വേണമെങ്കിൽ കുടിച്ചോ, ചായപ്പല്ല. ഇന്ധനക്ഷാമം നമ്മുടെ നാടിനെ പിടികൂടുന്നു. പണ്ട് മക്കൾക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുമായിരുന്നു. പുതിയ തലമുറക്കത് എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്നറിയാതെ പോയ ചില ഉദാഹരണങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, നിങ്ങളുടെ അസൂയ, ആ അസൂയക്ക് ഒരാഴം പ്രവാചകൻ പഠിപ്പിച്ചു. ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്ത് കമാ യഅ്കുലുൻ നാറു അൽ ഹതബ. അസൂയ നിങ്ങളുടെ നന്മകളെ തിന്നുകളയും, തീ വിറക് തിന്നു തീർക്കുന്ന പോലെ. എന്താണ് വിറക് എന്നറിയാത്തൊരു പുതിയ തലമുറക്ക് ഈ ഹദീസ് നോക്കി അവർ അന്തപ്പെടും. പക്ഷെ കഴിഞ്ഞ തലമുറയിലെ ആളുകൾക്ക് അത് നല്ല ബോധ്യമാണ്. അവിടെയാണ് ആ ഒരു പഴമയിലേക്ക് തിരിച്ചു പോകുന്ന പോലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. വിലവർധനവുകൾ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അനിർവചനീയമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു. അവിടെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു മിതത്വം ആവശ്യമായി വരുന്നു. അഹങ്കാരവും ധൂർത്തും പൊങ്ങച്ചവും എന്നും കൂടെ നിർത്താനും നിൽക്കാനും കഴിയില്ലെന്ന് നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നു. ഖുർആൻ അതാ പറയുന്നത്, വല്ലദീന, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ എന്ന് പറഞ്ഞിട്ട് കുറെ ഗുണങ്ങൾ അവർക്ക് പറയുന്നുണ്ട്. അതിലെ ചില ഗുണങ്ങൾ പറയാണ്, ഇദാ അൻഫഖൂ, അവര് ചെലവഴിക്കാൻ തുടങ്ങുമ്പോ ലം യുസ്രിഫൂ, അവര് ധൂർത്ത് കാണിക്കൂല, വലം യഖ്തുറൂ, അവർ പിശുക്ക് കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമാ, അത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നതാണ്. ഫുർഖാൻ പറയുന്നുണ്ട്, നീ നിന്റെ കൈകൾ പിരടിയിലേക്ക് കെട്ടിയിടരുത്, നിന്റെ കൈകൾ നീ പൂർണ്ണമായും തുറന്നിടുകയും ചെയ്യരുത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദാനധർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ ഖുർആൻ അത് പറയാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മിതത്വം എന്ന് പറയുന്നത് റബ്ബ് പഠിപ്പിച്ചൊരു വലിയ ഗുണമാണ്, വിശ്വാസികൾക്കുണ്ടാകേണ്ട ഗുണമാണ് എന്ന് കരുതി റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് മറച്ചു വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. തുർമുദി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അയാൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നാണ്. കുറെ കിട്ടിയിട്ടും ഒരൊന്നുമില്ല, പിന്നെ ഒരു കീറിയ കുപ്പായിട്ട് നടക്കുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം പുണ്യമായിട്ട് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ പ്രകടമാക്കുന്നു. ഓതി വച്ചായത്തതാണ്. ആരാണ് നിഷിദ്ധമാക്കിയത്? പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കണം. മൻ ഹറമ സീനത്തല്ലാഹ്, അള്ളാന്റെ അനുഗ്രഹത്തെ, അലങ്കാരത്തെ ആരാണ് നിഷിദ്ധമാക്കിയത്? അല്ലദീ അഖ്റജ ലിഇബാദിഹി, അവന്റെ അടിമകൾക്ക് വേണ്ടി അവൻ പുറത്തു കൊണ്ടുവന്നത്. വത്വയ്യിബാതി മിനർ റിസ്ഖ്, ഭക്ഷണത്തിൽ നിന്ന് നല്ലത്. ഖുൽ,
ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ, അത് വിശ്വാസികൾക്ക് ദുനിയാവിൽ അവകാശപ്പെട്ടത് തന്നെ. എന്നാലോ ഖാലിസത്തൻ യൗമൽ ഖിയാമ, പരലോകത്തത് അവർക്ക് മാത്രമാണ്. പരലോകത്തത് അവർക്ക് മാത്രമാണ്, ദുനിയാവിൽ അവർക്ക് അത് അവകാശപ്പെട്ടതാണ്. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു തരും, അറിയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അവിടെ ചേർത്ത് പറയുന്ന കുറെ സംഗതികൾ കാണാം. ധൂർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ധൂർത്ത് പാടില്ല എന്ന് പറയുന്നുണ്ട്. മസ്ജിദ്, എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങളുടെ വസ്ത്രങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ അലങ്കാരങ്ങളെ നിങ്ങൾ എടുത്തണിയുക. ജാഹിലിയ കാലത്ത് കഅബ തവാഫ് ചെയ്യുമ്പോ ഖുറൈശികൾ കൊണ്ടുവന്ന ചില നിയമങ്ങളുണ്ടായിരുന്നു. അവർ നഗ്നരായിട്ട് കഅബ തവാഫ് ചെയ്യുന്നത് ചിലർ പുണ്യമായി കണ്ടിരുന്നു. അതിനവർക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. ഉമ്മമാരുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ വരുമ്പോ ശരീരത്തിൽ ഒരു നൂലുബന്ധമില്ല, അങ്ങനെ അല്ലാഹ് നമ്മളെ പഠിച്ചത്. അതുകൊണ്ട് അതേ രൂപത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യാം. അതൊരു പുണ്യമായി കണ്ട, നഗ്നത പുണ്യമായി കണ്ട കാലമുണ്ടായിരുന്നു. ഇസ്ലാം അതൊക്കെ തിരുത്തി. നല്ല വസ്ത്രം സീനത്താണ്, വസ്ത്രമാണ് സൗന്ദര്യം, അതാണ് വ്യക്തിത്വം എന്നൊക്കെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം എന്ന തത്വം വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജുമഅക്കൊക്കെ ഉള്ള വസ്ത്രം പഴയ തലമുറക്കറിയാം. ഒറ്റ തുണിക്കുപ്പായം എന്നുള്ളൂ, അത് വെള്ളിയാഴ്ചക്ക് വേണ്ടി കരുതിയിരുന്ന 6 അടി മണ്ണിൽ കിടക്കുന്ന കുറെ പാവങ്ങളുണ്ട്. അവര് പുറം ലോകത്തിറങ്ങുന്ന ചിലപ്പോൾ അന്നായിരിക്കാം. അത്രമേൽ ദാരിദ്ര്യത്തിന്റെ ഇരവ് പകലുകൾ കടന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, നല്ല വസ്ത്രം അത് നിങ്ങളുടെ അലങ്കാരമായിട്ട്, വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതം കാണിക്കരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. സൂറത്ത് അഅറാഫിലെ 31-ാമത്തെ ആയത്താണ് പറഞ്ഞു വന്നത്. കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള വസ്ത്രം, നമുക്കാവശ്യമുള്ള ഭക്ഷണം, നമുക്കാവശ്യമുള്ള പാനീയങ്ങൾ, ഇതിലൊക്കെ ഒരു മിതത്വം വേണം എന്നാണ് പഠിപ്പിക്കുന്നത്. പുതിയ കാലം അറിഞ്ഞോ അറിയാതെയോ ഈ ഊർജ പ്രതിസന്ധി വരുമ്പോ, അടുത്ത തലമുറ നേരിടുന്ന ഭക്ഷ്യപ്രതിസന്ധി വരുമ്പോ അങ്ങോട്ട് പാകപ്പെടും എന്നുള്ളതാണ്. അവിടെയാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തിന്റെ ഗൗരവം പറയാറുണ്ട്, ധൂർത്തിന്റെ ഗൗരവം അവിടുന്ന് പറയാറുണ്ട്. ഫിറാശുൽ റജുൽ, ഒരു വിരിപ്പ് നിന്റെതാണ്. വിരിപ്പ്, ഫിറാശ്, അവർ കിടക്കുന്ന മെത്ത, അതിൽ പുല്ല് നിറച്ചതാകാം, അത് ഈത്തപ്പനയുടെ ഓലകൾ നിറച്ചതാകാം, അന്നത്തെ സൗകര്യങ്ങൾക്കനുസരിച്ച്. രണ്ടാമത്തെ ഒരു വിരിപ്പ് അവന്റെ സഹധർമ്മിണിയുടേതാണ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. 2 അംഗങ്ങളുള്ള ഒരു വീടിനെ പറ്റി റസൂലുള്ളാഹി പറയാ. പിന്നെ അവിടെ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ്, മൂന്നാമത്തെ വിരിപ്പ് വിരുന്ന് വരുന്ന അതിഥിക്കുള്ളതാണ്. ഇസ്ലാമിന്റെ ഒരു സംസ്കാരം കൂടി അവിടെ കാണാം. എന്നോ വിരുന്ന് വരുന്ന ഒരു അതിഥിക്ക്, അല്ലെ, എന്നോ വിരുന്ന് വരുന്ന ഒരു അതിഥിക്ക് നല്ല നല്ല പാത്രങ്ങൾ നമ്മുടെ അലമാരകളിൽ ഉണ്ടാകാറുണ്ട്. അതൊരു സംസ്കാരമാണ്. അവര് വരുമ്പോ നല്ല പാത്രങ്ങൾ പുറത്തു വരും, മക്കളെ കന്തം വിടും. നല്ല നല്ല നിറങ്ങളുള്ള ചിത്രപ്പണികളുള്ള പാത്രങ്ങളൊക്കെ പുറത്തിങ്ങനെ കാണുമ്പോ മക്കൾ വിസ്മയം തൂകുന്ന കാലങ്ങളൊക്കെ കടന്നുപോയിട്ടില്ലേ? അതൊരു സംസ്കാരമാണ്. പിന്നെ പറയുന്നൊരു വാക്കുണ്ട്, നാലാമതും ഒരു വിരിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണ്. അവിടെ നമ്മൾ ആത്മപരിശോധന നടത്തണ്ട, അല്ലെ? അലമാര ഭാര്യ പറയാ, ഒരു അലമാര കൂടിയും വാങ്ങണം. എന്തിനാ? ഇങ്ങനെ മാക്സികൾ അടിക്കേക്കാനാണ്. ആരത് ഇടുന്ന? ആരും ഇടണില്ല. വീടുകളുടെയൊക്കെ അവസ്ഥ അതല്ലേ? ദയനീയമായ ചിത്രം. ഒരു തുണിയില്ല, മറുതുണിയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ തലമുറകൾ ഇന്നും ലോകത്ത് എവിടെയൊക്കെ ഉണ്ടാകാം.
പക്ഷേ നമ്മുടെ ഈ പൊങ്ങച്ചത്തിന്റെ ഭാഗമായി, നമ്മുടെ അഹങ്കാരത്തിന്റെ ഭാഗമായി അവസാനം പൊതിഞ്ഞു കൊണ്ടുപോകാൻ ആകെ 3 കഷ്ണം തുണിയുള്ളൂ എന്നുള്ള ബോധം പോലും മറന്ന് അങ്ങനെ പോകുന്നു. അവിടെയാണ് ഈ വാക്ക് വല്ലാത്തൊരു ഖുർആൻ അതിന്റെ ബാക്കിയാ പറഞ്ഞത്. അതിന് പ്രചോദനം ഉൾക്കൊണ്ട റസൂലുള്ളാഹി പറഞ്ഞത് വലാ തുബദ്ദിര തബ്ദീറ, നിങ്ങൾ ദൂർത്ത് കാണിക്കരുത് കേട്ടോ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, ദൂർത്ത് കാണിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാചോ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനുമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണ്. നമ്മളറിയാലോ, നല്ല അല്ലെ പ്രവാസികളായ അറബികളെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും വലിയ പൈസക്കാർ, പക്ഷെ അവരുടെ വ്യക്തി ജീവിതം നോക്കുമ്പോൾ അത്ഭുതപ്പെടും. നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കും, വളരെ വിനയത്തോടു കൂടി ജീവിക്കും. ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നും. ഇതൊന്നുമില്ലാത്ത ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഈ പെരുമ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോവുക. സഅദ് ബിൻ നബി വഖാസ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സഅദേ മതി. ചില ആളുകൾ അങ്ങനെയാണല്ലോ, വുളൂ ചെയ്തിട്ട് എത്ര മുഖം കഴിയാലും റാഹത്താവില്ല, എത്ര കാലം കഴിയാലും റാഹത്താവില്ല. വെള്ളം ഇങ്ങനെ നിർബോധം പൈപ്പ് തിരിച്ചാൽ വെള്ളം വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. ഇത് ടാപ്പില് വരുന്നത് ടാങ്കിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നൊന്നും ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദൂർത്ത് കാണിക്കരുത് സഅദേ. അപ്പൊ ഒരു തിരിച്ചൊരു ചോദ്യം, യാ റസൂലല്ലാഹ് അഫിൽ വുളൂഇ സറഫുൻ, വുളൂവില് ദൂർത്തുണ്ടോ? ഇതൊരു ആരാധനയല്ലേ എന്നുള്ള എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ തോന്നുന്ന ചോദ്യവും ചിന്തയും. അപ്പൊ അഫിൽ വുളൂഇ സറഫുൻ, വുളൂവില് ദൂർത്തുണ്ടോ? അപ്പൊ വന്ന മറുപടി എന്താ? നീ ഒഴുകുന്ന ഒരു പുഴയിലാണ് വുളൂ ചെയ്യുന്നതെങ്കിലും അതില് ദൂർത്ത് വേണ്ട. സമൃദ്ധമായി ഒഴുകുന്ന ഒരു പുഴയിൽ വുളൂ ചെയ്യുകയാണെങ്കിൽ പോലും ആവശ്യത്തിനെ ഉപയോഗിക്കാവോ? വലിയൊരു തത്വമാണ് അത് പഠിപ്പിക്കുന്നത്. ഇബാദത്തുകളിൽ നമ്മൾ എത്ര വെള്ളം കളയുന്നു അതിനു വേണ്ടി, വുളൂഹിന് വേണ്ടി, കുളിക്ക് വേണ്ടി, അല്ലെ? വൈദ്യുതി ഉപയോഗം, അല്ലെ? കുടുംബങ്ങളും തമ്മിൽ അഭിമാനം പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര ബില്ല്? ഞങ്ങൾക്ക് 2500. ഞങ്ങൾക്കൊക്കെ 6300 ഈ 6300 ആളെ ധാരണ ഇതൊരു സംഭവമാണെന്നാണ്. അത്രയൊന്നും അംഗങ്ങൾ ഉണ്ടാവില്ല ചിലപ്പോ. ഇവരത്ര ആളുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൂടുതലാകാം, കുറവാകാം. അഹങ്കാരത്തിന്റെ വർത്താനം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പരലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട 3 ആളുകൾ, 3 വിഭാഗം. അവരെ അല്ലാഹ് നോക്കൂല, അവരെ സംസ്കരിക്കൂല, അവരോട് മൊഴിയൂല, മുണ്ടൂല. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. 3 വിഭാഗം. 1 ശൈഖുൻ സാനിൻ, വ്യഭിചരിക്കുന്ന വൃദ്ധൻ. വാർദ്ധക്യം വന്ന് ശരീരമൊക്കെ തളർന്നു തുടങ്ങി, പക്ഷേ ഇപ്പോഴും അയാളുടെ ചിന്തകളിൽ ഒരു മാറ്റമില്ല. ശൈഖുൻ സാനിൻ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ ഉള്ളിൽ കൂടെ പോകുന്നില്ല. രണ്ടാമത് പറഞ്ഞത് വമലിക്കുൻ കദ്ദാബ്, കളവ് പറയുന്ന ഭരണാധികാരി. അധികാരത്തിന്റെ സോപാനത്തിലിരിക്കുമ്പോ പച്ചക്കള്ളങ്ങൾ ജനങ്ങളോട് പറയുന്നു. മലിക്കുൻ കദ്ദാബ്. മൂന്നാമത്തെ ഒരാളെ പറയുന്നതാണ് നമ്മളെ വിഷയം. വആഇലുൻ മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ. ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. സമ്പത്തൊക്കെ അത്യാവശ്യമുള്ള ഒരാള് ചിലപ്പോൾ ഒരു അഹങ്കാരം കാണിക്കാറാണ്. അത് അയാളുടെ അവകാശം പോലും അല്ല, എന്നാൽ പോലും അതിനൊരു ന്യായം പറയാൻ വേണമെങ്കിൽ ഇയാൾക്ക് എന്താ ഉള്ളത്, അല്ലെ? അങ്ങനെ ചില മനുഷ്യന്മാരെ ദുനിയാവിൽ നമ്മൾ കാണാം. ഒന്നുമില്ല അയാൾക്ക്, പക്ഷെ അയാളുടെ ആ ഒരു ധാരണ, അയാളുടെ ഒരു അഹങ്കാരം, അവൻ അല്ലാഹു ഒരു നോട്ടം പോലും കാരുണ്യത്തോടുകൂടി നോക്കൂല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, വാഇലുൻ മുസ്തക്ബിർ, അവിടെയാണ് പടച്ചോങ്ങനെ എന്തൊക്കെ തന്നാലും ഒരു വിനയം. അവിടെയാണ് ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും കഥ ഖുർആൻ പറഞ്ഞു തരുന്നതിനാണ്. സമ്പന്നന്മാരായിരുന്നു, അതീവ സമ്പന്നന്മാരായിരുന്നു എന്ന് മാത്രമല്ല, രാജാക്കന്മാരുമായിരുന്നു. പക്ഷെ വ്യക്തി ജീവിതത്തിൽ കാണിച്ച വിനയം വിസ്മയകരമായിരുന്നു. ദാവൂദ് നബി എങ്ങനെ ജീവിച്ചത്? അദ്ദേഹം തൊഴിൽ ചെയ്തിരുന്നു, അദ്ദേഹം കൈത്തൊഴിൽ ചെയ്തിരുന്നു, അദ്ദേഹം ഇരുമ്പ് കൊണ്ട് പടയങ്കി നിർമ്മിക്കുമായിരുന്നു.
കൊട്ടാരം കണക്കെ കൊട്ടാരങ്ങൾ ഒരുപാട് പണിതു ജിന്നുകളുടെ സഹായത്തോടെ സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷെ അവിടുത്തെ വിനയം അത്ഭുതകരമായിരുന്നു. ഒരനുഗ്രഹം വരുമ്പോ അപ്പൊ അള്ളാനെ ഓർക്കും, അള്ളഹാനോട് നന്ദി പറയും. ബൽഖീസിന്റെ ആ സിംഹാസനം കൊണ്ടുവന്നപ്പോ പറഞ്ഞു പോയില്ലേ, ഹദാ മിൻ ഫളിൽ റബ്ബി, അല്ല തന്ന അനുഗ്രഹമാണ്, ഇതെന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തതാണ്. ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. അതിൽ പാടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞു വന്നത്, ജീവിതത്തിന് മനുഷ്യനാവശ്യമാണ് ഭക്ഷണം, മനുഷ്യനാവശ്യമാണ് വസ്ത്രം, അല്ലേ? അതിൻ്റെയൊക്കെ വില അറിയാം, ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കുക. എത്ര ആളുകൾ ഭക്ഷണം നശിപ്പിക്കുന്നു, നല്ല വെറുതെ വിടും. ഭക്ഷണം നശിപ്പിക്കുക, അത് കുഴിച്ചിട്ടള. എത്ര അഹങ്കാരത്തോടു കൂടിയാ ചില ആളുകൾ പറയുന്നത്, അല്ലെ? എന്റെ മൈമൂന എത്ര നല്ല പെണ്ണാണ്. സ്വന്തം സഹധർമ്മിണിയെ കുറിച്ചൊരിക്കൽ റസൂലുള്ള അഭിമാനം തൂകുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്റെ മൈമൂന ഭക്ഷണം കഴിക്കുമ്പോ, മൈമൂനാന്റെ മഹത്വം പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോ അതെങ്ങാനും താഴെ വീണാൽ അതെടുത്ത് കഴുകി കഴിക്കുന്നു എന്റെ മൈമൂന റളിയല്ലാഹു അൻഹാ. അവിടെയാണ് പുതിയ കാലത്ത്, ഈ പ്രതിസന്ധികൾ നിറയുന്ന കാലത്ത്, മിതത്വം പ്രസക്തമായി വരുന്ന കാലത്ത്, അവിടെയാണ് ഒരു ദാരിദ്ര്യമുള്ള ഒരു കാലത്ത്, അല്ലെ? ഞങ്ങൾ മാസപ്പിറവികൾ കടന്നുപോയി, പക്ഷേ ഭക്ഷണം കഴിക്കാനില്ലാതെ അടുപ്പത്ത് തീ പൂട്ടാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച്. സ്വർഗത്തിലെ ഭക്ഷണങ്ങളുടെ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് അവരെ കണ്ണങ്ങട് നിറയും. കാരണം അത് ഉള്ളിലേക്കാണ് ഇറങ്ങുന്നത്. അപൂർവമായിട്ട് ഭക്ഷണം, അല്ലെ? അതിന്റെ വില അറിയുന്നവർ, മറ്റുള്ളവരെ പരിഗണിക്കാൻ പരിശീലിച്ചവർ, എത്ര മേലുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ ഉള്ളകം പുളകം കൊള്ളുന്നവർ, ഒരതിഥി എങ്ങാനും വീട്ടിലേക്ക് വരുമ്പോ ഉള്ളുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മദീനത്തെ അൻസാരി പെണ്ണുങ്ങൾ. വലിയ അത്ഭുതമാണ്. അതിഥിയായിട്ട് ഭർത്താവ് ഇങ്ങനെ വരുമ്പോ അവര് ഉള്ളില് പറയും അൽഹംദുലില്ലാഹ്, അതിഥി ഉണ്ട്. അള്ളാന്റെ സൗഭാഗ്യം. അതാണ് നേരത്തെ പറഞ്ഞ് അതിഥിക്ക് വിരിപ്പ് കരുതാൻ പഠിപ്പിച്ച സംസ്കാരത്തിന്റെ ബാക്കി പത്രാണത്. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിലെ ഭക്ഷണം, പഴങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഖുർആൻ, മാംസത്തെ പറ്റി പറയുന്നുണ്ട്, പാലിനെ പറ്റി പറയുന്നുണ്ട്, തേരിനെ പറ്റി പറയുന്നുണ്ട്, ശുദ്ധമായ പാനീയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗവാസിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, അവന് അന്നം കൊടുക്കുമ്പോ, പഴവർഗം അവൻ തിന്നുമ്പോ കാലാവൻ പറയുമത്രേ, കാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഉതൂ ബിഹി മുതശാബിഹാ. ബഖറന്റെ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ ഓതി വന്ന കാണുന്ന ആയത്താണ്. പഴം കൊടുത്തിട്ട് ഒരു പഴം കിട്ടി, പിന്നെ വേറൊരു പഴം കിട്ടുമ്പോ പറയത്രേ സ്വർഗവാസി, പഠിച്ചവൻ ഇതല്ലേ നേരത്തെ തന്നത്? അല്ല പറയാണ്, അല്ല, ഒത്തൂബിഹി മുതശാബിഹ, കാണുമ്പോ ഒരുപോലെയാണ്, അതിന്റെ രുചി വ്യത്യസ്തമാണ്. ഇതാണ് ആ അന്നമില്ലാത്ത പട്ടിണിയുള്ള കാലത്ത് ഖുർആന്റെ ഈ ആയത്ത് ഇങ്ങനെ അറിഞ്ഞ ആ സ്വർഗഭക്ഷണം കഴിക്കാൻ അല്ല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടെയാണ് വസ്ത്രത്തെ പറ്റി സ്വർഗത്തിന് ആയത്ത് ഇങ്ങനെ വരുന്നത്. അവിടെ സ്വർഗവാസി പട്ട് ധരിക്കും, പട്ടിന്റെ വസ്ത്രം. അവിടെ സ്വർഗവാസി സ്വർണം പതിച്ച വസ്ത്രങ്ങൾ ധരിക്കും. അവിടെ സ്വർഗവാസി ഏറ്റവും മനോഹരമായ അധികാരത്തിന്റെ ചിഹ്നങ്ങൾ അവരുടെ കയ്യിൽ അണിയും. ഇതൊക്കെ പറയുന്നുണ്ട്. ആ കാലം ഓർക്കണം. നമസ്കാരം കഴിയുമ്പോ ഒരു സഹാബി ഓടിപ്പോകുന്നുണ്ട്. ഒന്നും ചോദിക്കാല്ലേ അള്ളഹാനോടൊന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നൊരു വർത്താനുണ്ട്, ഞാൻ പോയിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ, പൂർണ്ണമായി ഔറത്ത് മറയാൻ, ഞങ്ങളെ വീട്ടിലാകെ ഉള്ള ഒരു വസ്ത്രം. അങ്ങനത്തെ ഒരു കാലം, അത് നമ്മൾ ഓർക്കാതെ പോകരുത്. അവിടെയാണ് ഈ മിതത്വം, അത് ശീലിക്കുക. ഒക്കെ നമുക്കുണ്ട് എന്നൊരു തെറ്റായ ധാരണ വേണ്ട.
ഇതൊന്നുമില്ലാതെ പോകുമ്പോൾ നമ്മൾ എന്താകും? എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയും? അതുകൊണ്ട് ആ പരീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്പന്നമായ അവസ്ഥയിൽ ജീവിച്ച ഒരാളിൽ നിന്ന് സമ്പത്ത് ഊരിയെടുക്കുന്നതിനെ കുറിച്ച് പ്രത്യേകമായ പരീക്ഷണമായിട്ട് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ആദ്യം തന്നെ ദാരിദ്ര്യത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അത്ര പ്രശ്നം അത് തോന്നിക്കൊള്ളണമെന്നില്ല, അയാൾ ഉൾക്കൊള്ളും. പക്ഷെ സമ്പത്തിന്റെ ആ ഉത്തമമായ തലത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ പെട്ടെന്ന് അത് ഇങ്ങോട്ട് ഇല്ലാതെ ആവുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ. അതാ ഖുർആന്റെ പ്രയോഗം. അവിടെയാണ് പുതിയ കാലത്ത് ഈ മിതത്വം, അതിന്റെ പ്രാധാന്യം. അത് കുടുംബങ്ങളിലുണ്ടാകണം, നാടുകളിലുണ്ടാകണം, സമൂഹങ്ങളിലുണ്ടാകണം. അന്നം നശിപ്പിക്കരുത്. വസ്ത്രങ്ങൾ അതിങ്ങനെ ഒരു പേരിനും പെരുമൊക്കെ ആയിട്ട് എടുത്തിതാക്കണ്ട, ആവശ്യമുള്ളത് അല്ലേ. നമ്മളെ നാട്ടിൽ ഓണാഘോഷം കഴിയാറുണ്ട്, ഓണം കഴിയാറുണ്ട്, റോഡ് ബ്ലോക്കാകുന്നത് കണ്ടിട്ടില്ലല്ലോ. ഏത് പെരുന്നാൾ വന്നാലും കടകളിൽ തിരക്കാണ് തുണിയെടുക്കാൻ. അതൊരു കൾച്ചറിന്റെ ഭാഗമാണോ തോന്നിപ്പോവുകയാണ്. പറഞ്ഞു വന്നത്, അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഈ അപാരമായ അനുഗ്രഹം, അതിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധ്യമാകണം. അവിടെയാണ് ജീവിതത്തിന്റെ വിജയം എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒന്നുമില്ലാത്ത കാലത്ത് ആമുഖം തുടങ്ങിയതുപോലെ നമ്മൾ ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പൂർവികന്മാർ, അവരെ നമ്മൾ ഓർക്കണം. ഒരു സൗകര്യം അനുഭവിച്ചിട്ടില്ല അവര്, ആറടി മണ്ണിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ സ്വർഗത്തിലെത്താൻ ആ പൂർവികർക്ക് കരുത്തും തൗഫീഖും റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഉരുണ്ട് കൂടിയ ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.